അപ്പോൾ ഞാനൊക്കെ രാജാവിൻ്റെ മോനായിട്ടാണ് വന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമിതാഭ് ബച്ചനെ ഞാൻ ഗുരുവായിട്ട് മാനിക്കുന്നതും എൻ്റെ ആ ഒരു ടൈറ്റ് സമയത്ത് അല്ലെങ്കിൽ ഒരു മോശം സമയത്ത് അതിൽ നിന്ന് ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഉത്തേജനം തന്ന വ്യക്തിയാരാ നല്ലത് തന്നെ പറയണേ. ഞാൻ അതിൽ ഒരു കോളുണ്ടാവും, നസീറിനെ പോലെയുള്ള നല്ല മനസ്സുള്ളവർ. ഞാനും നസീർ പെരുമ്പാവൂറും കൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ദിനേശ് പണിക്കരാണ് ഞങ്ങളോടൊപ്പം ഇവിടെയുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. രണ്ടുപേർക്ക് നമസ്കാരം വേണം. ഈ ഇന്റർവ്യൂവിൽ രണ്ടുപേരാണ് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കാൻ പോകുന്ന. ഓക്കെ, അതുകൊണ്ട് രണ്ട് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരിക്കൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ല, അടുത്ത ഒരാളെ കൂടെ വെച്ച് കുത്തുക എന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ. അല്ല, ഈ ദിനേശ് പണിക്കർ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ എത്ര പ്രാവശ്യം കിട്ടിയാലും ഞങ്ങൾക്ക് മതി വരില്ല. ഓ, സമ്മതിച്ചു. ഓക്കെ, അപ്പം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ UAE വന്നിരിക്കുന്നത്, എന്താണ് ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം? ഞാൻ ഈ UAE വരുന്നത് ഏറ്റവും സന്തോഷപൂർവ്വമായിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ബേസിക്കലി അഭിനയിക്കാനല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമകൾ ഷൂട്ടിംഗ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ദുബായിയായിട്ടുള്ള ഒരു കണക്ഷൻ 1992 മുതൽ തുടങ്ങിയത് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഷോസ് നടത്തി ഉള്ള ഒരു അടുപ്പമാണ് എനിക്ക് ദുബായി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 92-ൽ ഞാൻ MG സോമൻ അദ്ദേഹത്തെ കത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയായിരുന്നു. കൂടാതെ നമ്മുടെ സായ് കുമാർ വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വലിയൊരു ഗ്രൂപ്പിനെ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് 92-ൽ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്ന് അതിനുശേഷം എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് 100 പ്രാവശ്യമെങ്കിലും ഞാൻ ദുബായിൽ വന്ന് കാണും. പല പല ആർട്ടിസ്റ്റുകൾ, പല പല ഷോസ്, അങ്ങനെ വരാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യം, നമ്മുടെ നസീർ പെരുമ്പാവൂറും ദിനേശ് പണിക്കരും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയാമോ? ഇപ്പോൾ ഉള്ള കണക്ഷൻ പറയാം ആദ്യം. ഇപ്പോൾ ഉള്ള കണക്ഷൻ വെച്ചാൽ എന്നെ വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും, ചില ദിവസം 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. 2 പ്രാവശ്യമെങ്കിലും എന്നെ, ഇപ്പം ഞാനിപ്പോൾ ഷോ അല്ലെങ്കിൽ ഇവൻറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് മാനേജർ അല്ലെങ്കിൽ ഷോ ഡയറക്ടർ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ഒരു നടൻ കൂടിയാണല്ലോ. ഇപ്പോൾ ഈ മുഖം ഇപ്പോൾ എല്ലാവരും കാണുന്നത് സീരിയലിലെ ആള്, സിനിമയിലെ ആള് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊരു കഴിവുകൂടി ദൈവം തന്നുകൊണ്ട് അതൊരു ഗസ്റ്റായിട്ട് പലയിടത്തും വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് എന്നെ ഓണർ ചെയ്യുന്ന, എന്നോട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നസീർ പെരുമ്പാവൂർ. എനിക്കൊന്ന് 4-5 പ്രാവശ്യം ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ വന്നു കഴിഞ്ഞു. ഓക്കെ, അല്ലാതെ ഉള്ള ഒരു ഡീപ്പ് റിലേഷനിലോട്ട് പോകണമെങ്കിൽ എന്ത് പറയാൻ പറ്റും? എൻ്റെ ഒരു അനിയനാണ്. അതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷ എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവേ ഞങ്ങളെ വല്ല പരിചയം, സിനിമ ഇൻഡസ്ട്രിയിൽ പരിചയപ്പെട്ടതാണ് അല്ലേ? നമ്മളൊരു 2000 അടുപ്പിച്ച് 2000-ലാണെന്ന് തോന്നുന്നു. ഞാനന്ന് ഇനി എന്നെപ്പറ്റി കൂടുതൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി 2 വാക്ക് ആദ്യം പറഞ്ഞല്ലോ. ഞാൻ ആദ്യം കുറേ സിനിമകൾ നിർമ്മിച്ചു. കിരീടം, പ്രണയവർണ്ണങ്ങൾ, കളിവീട്, മയിൽപീലിക്കാവ്, രജപുത്രൻ, എന്തിങ്ങനെ, പിന്നെ മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ്, എന്നിങ്ങനെ സിനിമകളൊക്കെ എടുത്തു. പക്ഷെ അവസാനം വന്നപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് 2.5 കോടി രൂപ നഷ്ടമാണ്. സിനിമ അങ്ങനെയാണ്. കാരണം ഒരു സിനിമയിൽ നമ്മൾ കാശുണ്ടാക്കും, അടുത്ത സിനിമയെ കൊണ്ട് കളയും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒരു പണി ചെയ്യാം, പ്രൊഡക്ഷൻ്റെ കൂടെ സ്വന്തം ഡിസ്ട്രിബ്യൂഷനും കൂടി ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ ഓൾ കേരള ബേസിസിൽ 5 ഗംഭീര ഓഫീസുകളൊക്കെ തുറന്ന് ഞാനങ്ങനെ ഒരു ശരിക്കും അത് സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, അന്ന് അഭിനയം തുടങ്ങിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ദിവസം നോക്കിയപ്പോഴൊരു ചെറുപ്പക്കാരൻ ഓഫീസിലോട്ട് കയറി വരുന്നു. എന്നോട് പറയുന്നത്, ഞാനൊരു പടം നിർമ്മിച്ചിട്ടുണ്ട്, സിനിമയുടെ പേര് ഭദ്ര എന്നാണ്. അപ്പോൾ ഞാൻ നോക്കി, ആഹാ, ഇയാൾ എന്നെ ഭദ്രമാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ്, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. നോക്കിയപ്പോഴേക്കും ഹൊറർ ഫിലിമാണ്. വിനയ പ്രസാദാണ് അതിനകത്ത് ഹൊറർ കഥാപാത്രം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ശങ്കറുണ്ട്, ജഗദീഷുണ്ട്. അങ്ങനെ കുറേ നോക്കിയപ്പോഴേക്കും അത്യാവശ്യം, മാത്രമല്ല അന്നത്തെ കാലത്ത് DTS ഇറങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ്. അപ്പോൾ അതും കൂടെ എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി. ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ, അപ്പോൾ തിയേറ്ററിൽ കൊടുത്താൽ നമുക്ക് കാശ് കിട്ടുമോ എന്ന് ചിന്തിച്ചപ്പോൾ ഇത് കൊള്ളാം, കാരണം DTS ഉണ്ട്, നല്ല ഹൊററാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ കയറി കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഭദ്ര എന്നൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് അന്നൊരു ബന്ധം വന്നു. ആ സിനിമ ഞാൻ റിലീസ് ചെയ്തു. പക്ഷേ
എനിക്ക് അത്ര സേഫ് ആയില്ല, ഭദ്രമായില്ല. നസീറിനും ഭദ്രമായില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കാലഘട്ടത്തിൽ സിനിമ നല്ല സിനിമയായിരുന്നു. ഞാൻ ഏറ്റവും എനിക്കിപ്പോഴും ഓർമ്മ വെച്ചാൽ സൗണ്ട് ഇഫക്ട്സ് തിയേറ്ററിൽ ഭയങ്കരമായിരുന്നു, നല്ല രീതിയിൽ. കാരണം അന്നത്തെ കാലത്ത് DTS ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒരു തിയേറ്ററിൽ ഏറ്റില്ലെങ്കിൽ പോലും നല്ല സിനിമ ചെയ്തു എന്നൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കാശ് പോയി. അങ്ങനെ ഫിലിം നല്ലതായിരുന്നു, സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഞാൻ നസീറിനെ അങ്ങോട്ട് ഉപദ്രവിക്കാം, കാരണം കുറച്ച് കാശ് ഇങ്ങോട്ട് തരണമല്ലോ. അപ്പോൾ സിനിമയുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ കാശ് ഇങ്ങോട്ട് തരാൻ കിടക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കുറേ കുറ്റങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ് അയാൾ മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, അയാൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും നമ്മൾ ഉടക്കാവും. പക്ഷേ ഈ എൻ്റെ സഹോദരൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ തമ്മിൽ അന്ന് 2000 പരിചയപ്പെട്ടതിന് ശേഷം ഒരു കാര്യത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു മുഷിവ് പറയേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് എനിക്ക് തോന്നുന്ന സ്വർണ്ണ മെഡൽ എടുത്തു, അഖില എടുത്തു, പിന്നെ അടുപ്പിച്ച് കുറേ സിനിമകൾ എടുത്തു. പക്ഷേ ഞങ്ങൾ തമ്മിൽ ബന്ധം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ ആ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും എടുത്തില്ല പടം. ചില ആ പടവും പല വിചാരിച്ച പോലെയൊന്നും പടങ്ങൾ ഓടിയില്ല, പരാജയമായിരുന്നു. അപ്പം ഞാനും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ നസീർ കൂടുതൽ വന്ന് എനിക്ക് ബാധ്യത ഉണ്ടാക്കിയത്. സിനിമയിൽ സാധാരണ എന്തെങ്കിലും ബാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തൂടെ വരില്ല. പക്ഷേ അബദ്ധങ്ങൾ മുറിയും അവിടെ. പക്ഷേ ഇത് ഞങ്ങൾ തമ്മിലുണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ നസീർ 2006 എനിക്കറിയാം പുള്ളിയുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. കാശ് കിട്ടിയിട്ടില്ല, പുള്ളിക്കും കാശില്ല, എൻ്റെയും ഞാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് എൻ്റെ പൈസ പോയി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നസീർ 2006 ഇവിടെ ദുബായിലോട്ട് വരുന്നു. ഇവിടെ വന്ന് ഇവൻറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ നല്ലൊരു സ്കോപ്പ് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് എനിക്കൊന്ന് 100 ഷോകളും ചെയ്തു കഴിഞ്ഞു, അല്ലേ? 100 മേലെ ചെയ്ത് കഴിഞ്ഞു. അത് കൂടാതെ തന്നെ ഇവിടെ അറിയപ്പെടുന്ന ഏറ്റവും സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറി. സാധാരണഗതിയിൽ ഒരു കാശ് വന്നു, നമ്മൾ ഈ പറഞ്ഞല്ലോ പണ്ട് അങ്ങോട്ട് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണ ഒരവസ്ഥയാണെങ്കിൽ അയാളെ മൈൻഡേ ചെയ്യില്ല. പക്ഷേ എന്നെ പലപ്പോഴും ഇങ്ങോട്ട് വിളിച്ചിട്ട്, ദിനേശ് ചേട്ടാ നമുക്ക് ഏപ്രിലിൽ ഒരു വിഷുവിൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഇങ്ങോട്ട് വരുന്നോ, ഒരു ഗസ്റ്റായിട്ട് വാ, പോക്കറ്റ് മണി കുറച്ച് കാശ് തരാം എന്ന് പറഞ്ഞ് എനിക്ക് വിഷുവിനും ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ വിളിച്ചിട്ട്, അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്താണെന്നറിയാമോ, അന്ന് ഞാൻ കാരണം ഈ മനുഷ്യൻ കുറച്ച് നഷ്ടപ്പെട്ടു, ആ മനുഷ്യന് ഇങ്ങനെയെങ്കിലും കുറച്ച് ഞാൻ തിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ എത്ര പേർക്ക് മനസ്സിൽ തോന്നാറുണ്ട്, അല്ല? ആ ഒരു നല്ല മനസ്സിനെയാണ് ഞാനിവിടെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ അത് എന്നോടത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഞങ്ങളുടെ ഒരു പഴയ ഗ്യാങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജഗദീഷും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇഷ്ടംപോലെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. എല്ലാവരോടും നസീർ ഒരു നല്ല മനസ്സ് കാണിക്കാറുണ്ട്, വളരെ പോസിറ്റീവാണ്. കലാ സാംസ്കാരിക രംഗത്ത് നമുക്ക് അറിയാമല്ലോ, ഇവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ യാത്രയിൽ പുള്ളിയുടെ നമ്മളെ കൂടെ ഉള്ളത്. അതെ അതെ, നമുക്ക് കൂടെ എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം നസീർ ഭായ്, നിങ്ങൾക്ക് ചേട്ടനെ കുറിച്ച് പറയാനുണ്ടാവുമല്ലോ. നല്ല തന്നെ പറയണേ, ഞാൻ ഈ പറഞ്ഞ 2000 മുതലുള്ള ബന്ധമാണ്. അന്ന് പോലെ ഇന്ന് വരെ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് ഒരു മുഷ്പ് വന്നിട്ടില്ല. ചേട്ടന്റെ കാര്യങ്ങൾ പറയും, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യും. അതുപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ ആ സമയത്ത് ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ വന്ന് സഹായിക്കും. അങ്ങനെ ഇങ്ങോട്ടും ആ ഒരു കോമ്പോ നല്ല രീതിയിൽ ഒരു അനിയനും ചേട്ടനും എന്നുള്ള ആ ഒരു ബന്ധം ഇന്ന് വരെ ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് പോണത്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു നമുക്ക് നല്ല സമയമുണ്ട്, ചീത്ത സമയമുണ്ട്. നമ്മുടെ ഓരോ ലൈഫിലെ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ സിനിമാ ജീവിതം തുടങ്ങുന്ന പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഈ 2000 ആ കാലഘട്ടത്തിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, നമ്മൾ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു സിനിമക്ക് ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ അന്ന് ഈ ചേട്ടൻ ഈ സബ്ജക്ട് കേട്ടോടുകൂടിയിട്ട് തന്നെ ചേട്ടൻ പറഞ്ഞ ഞാൻ റെഡിയാണ്. പിന്നെ നമ്മളത് നല്ല ക്വാളിറ്റി തന്നെ ഫിലിം എടുത്തേക്കണം. പിന്നെ അന്ന് ഈ നമ്മുടെ പടം ഇറങ്ങിയ സമയത്ത് വേറെ കുറെ പടങ്ങൾ വന്ന് ഇറങ്ങിയത് കൊണ്ട് നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ തിയേറ്ററിൽ ഓടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും കണ്ട ആൾക്കാരും ഇന്നൊരു ആ പടത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എല്ലാവരും പറഞ്ഞേക്കണം. ആ അന്ന് ധൈര്യം തന്ന് നസീർ ധൈര്യമായിട്ട് പോയിക്കുക. നമ്മുടെ ഇതിന്റെ എല്ലാം ചുക്കം പിടിക്കുന്ന നമ്മുടെ മമ്മിക്കാണ്, മമ്മി സെഞ്ചുറി. പുള്ളിയാണ് എന്നെ നമ്മുടെ ഒരു ടീം കുറെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ കുറെ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. ഒരുപാട് കലാകാരന്മാർക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കുകയോ അതുപോലെ പല മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് വേദി കൊടുത്ത ഒരാളാണ് ഈ മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന മമ്മിക്ക.
അപ്പോൾ അദ്ദേഹമാണ് നമ്മൾ ഈ ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ടെക്നിക്കലി ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ടയിലും അല്ലാതെയുള്ള ബാക്കി എല്ലാ അസോസിയേഷനിലും മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ മമ്മി സെഞ്ചുറി എന്ന് പറയുന്നത്. ഇന്നും എല്ലാവരും ഇപ്പോൾ നസീർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുമായിട്ട് തന്നെ ഇന്നും അതേ ബന്ധം തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കാറില്ല അത്. അപ്പോൾ മമ്മിക്കായാണ് നമ്മുടെ ഈ ബർത്ത്ഡേയുടെ ഡയറക്ടർ. അങ്ങനെ മമ്മിക്കായിട്ടുള്ള ബന്ധമാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് നമ്മളും ഇറങ്ങി വരാനുണ്ടായ ഒരു കാരണം. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്ത് നമ്മളെ ഫീൽഡിൽ തന്നെ നിന്ന് കുറേ പടങ്ങൾ ചെയ്യുകയും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഗൾഫിലേക്ക് വരുന്നത്. ഇവിടെ വന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഷോസ് ചെയ്യാൻ കിട്ടി, ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. നാട്ടിലാണെങ്കിലും ഇവിടെ ഗൾഫിലാണെങ്കിലും ഒരുപാട് കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. അതില് ഈ ചേട്ടൻ ഒരുപാട് സപ്പോർട്ട്, എനിക്ക് ഒരു അനിയനെ പോലെ കൂടെ നിർത്തി ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചേർത്ത് പിടിക്കില്ല. നമ്മള് മലയാള സിനിമയിൽ കുറച്ച് പേരാണ്, എനിക്ക് അറിയുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേരാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആർട്ടിസ്റ്റുകളുള്ളൂ. അതില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ദിനേശ് ചേട്ടൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒരു അഭിപ്രായം ചോദിക്കാൻ ആദ്യം ചേട്ടനെ വിളിക്കുക. അത് നസീർ അത് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണം, അതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു അനിയനെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ഇത്രയും വർഷം, അത് ഏകദേശം എനിക്ക് തോന്നുന്നത് 25 വർഷത്തിന് മേലെ ആ ഒരു ബന്ധം തുടങ്ങിയിട്ട്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. എനിക്ക് എന്റെ ലൈഫിൽ എനിക്കൊരു ജ്യേഷ്ഠനാണ്, എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം നസീർ ഇവിടെ വിളിച്ച് പലരെയും ആദരിക്കാറുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കും, അവർക്ക് കുറേ കാശ്, കൈ നിറച്ച് കാശ് കൊടുത്തു വിടും. പക്ഷേ നസീറിന് വേണ്ട ഒരു ആദരവ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം നസീറിനെ ഇവിടെ നിങ്ങളെല്ലാവരും, ഇവിടുത്തെ അബുദാബിയിലുള്ളവരാകട്ടെ UAE-യിലുള്ളവരാകട്ടെ, ഇദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനത്തിനും ആ നന്മ നിറഞ്ഞ ആ പ്രവർത്തനങ്ങൾക്കും അതും അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് ആ വേണ്ട രീതിയിൽ ആദരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വേണം. അത് ശരിയല്ലേ പറഞ്ഞത്? അത് പറയാം. ഇല്ലല്ല, ആഗ്രഹിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അതിന് നമുക്ക് പ്രചോദനം തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പടി മുകളിലോട്ട് പോകാം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്റെ പ്രവർത്തനങ്ങൾ എന്നെ മരണം വരെ നമുക്ക് ആർക്കെങ്കിലും ഒരു എന്നും നേരം വെളുത്ത് എണീക്കുമ്പോൾ നമ്മള് ഒരാൾക്കൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് തന്നെയാണ്. എനിക്കൊരു വേറെ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് എന്നെ പേഴ്സണലി വിളിച്ചു, ദിനേശ് ചേട്ടാ ഞാൻ അവിടെ ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്, എനിക്ക് CM-ന്റെ ഒരു അപ്പോയിൻമെൻറ്റ് വേണം, അദ്ദേഹത്തിനെ കണ്ട് മറ്റേ നമ്മുടെ ആ ഇതാണല്ലോ വയനാട് ദുരന്തമൊക്കെ നടന്ന കഴിഞ്ഞിട്ടിരിക്കുന്ന അതിൻ്റെ ഫണ്ടിലേക്ക് കുറച്ച് ഫണ്ട് എനിക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത് എനിക്ക് ചെയ്യും. ഞാൻ അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് മേടിച്ച് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് പോയി. ഇന്നും എനിക്ക് തോന്നുന്ന മറ്റേ പ്രൊഫൈൽ ഫോട്ടോ അത് തന്നെ ഇട്ടിരിക്കുന്നത് CM-ൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു 1 lakh rupees-ആണ് കൊടുത്തത്. ആ 1 lakh rupees കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാൻ ഇവിടെ എനിക്കൊന്ന് നാട്ടിൽ തന്നെ പൈസ ഉള്ളവരുണ്ട്, എത്ര പേര് കാശ് കൊടുക്കാറുണ്ട്. ഇത് ഇവിടെ നിന്ന് ദുബായിൽ നിന്നാണ് പേര് കൊടുത്തത്. എന്തായാലും അങ്ങനെ ഒരു കളക്ഷൻ നടത്തി അവിടെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എത്രയോ കാര്യങ്ങൾ, ഞാൻ ഒരു കാര്യം അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ, എത്രയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് നിങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇദ്ദേഹത്തിന് ആ രീതിയിലുള്ള ആദരവ് കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നതാണ്. കാരണം എല്ലാവർക്കും അറിയാം, ഇവിടെ UAE-യിലുള്ള ഒരുപാട് പേർക്ക് അറിയാം നസീർ ഭായ് ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോലിയില്ലാത്ത ആരെങ്കിലും പുള്ളിയുടെ അറിവിൽപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നോമ്പ് സമയത്തൊക്കെ ഒരുപാട് നമ്മുടെ ഫുഡ് വേണ്ടുന്നവർക്ക് അവരുടെ അടുത്ത് എത്തിച്ച് കൊടുക്കുന്ന ആ ചെയിൻ സർവീസുകളെല്ലാം, അതൊക്കെ ഈ പറയും പോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സമയം വേണം, സാമ്പത്തികം വേണം. സാമ്പത്തികം ഉള്ളവർ ആരും തന്നെ ഒരു 90% ഇതൊന്നും ചെയ്യാറില്ല. കാരണം അവരുടെ സ്വന്തം കുടുംബം അവർ ന്യൂക്ലിയർ സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത്. അവർക്ക് ആ ഇതല്ലാതെ മറ്റൊരാളെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് വ്യത്യസ്ത. അല്ല, അതിന് മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം ജീവിതത്തിൽ മറുവശം കൂടെ കണ്ട ആളാണ്. കാരണം ജീവിതത്തിൽ ഇവിടെ 2006 വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടിയാണ് വന്നത്. അന്ന് വരുമ്പോൾ രാജാവിൻ്റെ മോനായിട്ടല്ല വന്നത്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും ആ ബുദ്ധിമുട്ടിൻ്റെയും വിശപ്പിൻ്റെയൊക്കെ വില കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തെ കണ്ടാൽ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് വേണം. അത് പലർക്കില്ല. ചിലർ വളർന്നു കഴിയുമ്പോഴേക്കും ഞാനൊക്കെ രാജാവിൻ്റെ മോനായിട്ടാണ് വന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ തിരിച്ച് ചിന്തിക്കുകയും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു,
ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് നാസീറിനുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇപ്പം എല്ലാവർക്കും ഇപ്പം ചേട്ടൻ പറഞ്ഞു സിനിമ എടുത്തു, ചേട്ടൻ കുറേ കാശ് ഉണ്ടാക്കി, അതുപോലെ തന്നെ മനസ്സിലോട്ട് പോയി കാശ് പോയി, വളരെ വല്ലാത്തൊരു അവസ്ഥയിൽ വന്ന് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടി. കാരണം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ളവർ കാശ് തരാനുള്ളപ്പോൾ അവർ ഒളിച്ചു നടക്കും. പക്ഷേ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവർ നമ്മുടെ മുന്നിൽ വന്നിട്ട് കാശ് ഇടാന്ന് ചോദിക്കുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് തരില്ല എന്നല്ല, തരാമെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പം അവിടെ പോസിറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് കടന്നു വരാൻ പറ്റുന്നത്, ആദ്യം ഒന്ന് മേളിലോട്ട് വരാൻ പറ്റുന്നത്, സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാ അവസ്ഥകളിലൂടെയും, അതായത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് എത്ര പേര് മനസ്സിലാക്കുന്നു? ഒരു പക്ഷേ ഒരാൾ വീണ് കിടന്നിക്കുമ്പോൾ നമ്മളൊന്ന് കൈ കൊടുത്താൽ അയാളെ നമുക്ക് ഉയർത്തി എഴുന്നേൽക്കാം. പക്ഷേ കൈ കൊടുക്കൂല. കൈ കൊടുത്താൽ അവൻ എഴുന്നേറ്റാലോ? അവൻ എഴുന്നേക്കരുത്, അവിടെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗവും ചിന്തിക്കുന്നത്. ശരിയല്ലേ? കാരണം ചേട്ടൻ ആ അവസ്ഥയിലൂടെ വന്നുകൊണ്ട് ചേട്ടൻ ഇത് പറയുമ്പോൾ, അല്ല, ഞാൻ ഈ അവസ്ഥയിൽ നിന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്നൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അമിതാഭ് ബച്ചനെ ഞാൻ ഗുരുവായിട്ട് മാനിക്കുന്നതും എൻ്റെ ആ ഒരു ടൈറ്റ് സമയത്ത് അല്ലെങ്കിൽ ഒരു മോശം സമയത്ത് അതിൽ നിന്ന് ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഉത്തേജനം തന്ന വ്യക്തിയാണ് അമിതാഭ് ബച്ചനാണ്. കാരണം പറഞ്ഞിട്ട് എനിക്ക് കൈ വന്നിട്ട് ദിനേശ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് സിമി ഗരേവാളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ സിമി ഗരേവാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അമിത് ജി, ഇത് അദ്ദേഹത്തിന് നല്ല സമയം ആയി വന്നതിന് ശേഷമാണ് ഈ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അതിന് സിമി ഗരേവാൾ ചോദിച്ചു, നിങ്ങളുടെ ഒരു മോശം സമയത്തെ പറ്റി ഇതൊരു ഇൻ്റർവ്യൂ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല, അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൈ നോട്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കഷ്ടകാലത്ത് എനിക്ക് അന്നത്തെ കാലത്ത് 90 കോടി രൂപ, ഞാനീ പറയുന്നത് അറൗണ്ട് 25-30 ഇയേഴ്സ് ബാക്ക്, അദ്ദേഹത്തിന് 90 കോടി നഷ്ടം വന്നിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സിനിമയില്ല, വർക്കില്ല, വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കാതൊക്കെ പറയും, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് അമിതാഭ് ബച്ചൻ പോയി ലാൻഡ് ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേക്കും എൻ്റെ ഫോൺ അടിക്കുമ്പോൾ എനിക്കറിയാം 10 കോൾ വന്നാൽ അതിനകത്ത് 9 കോളും എൻ്റെ കടക്കാർ എന്നെ വിളിക്കുന്നതാണ്. എപ്പോൾ തരും, എന്താ തരാത്ത, ഈ ടോണിലാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ധൈര്യമായിട്ട് ഫേസ് ചെയ്തു. പുള്ളി പറഞ്ഞു, ഞാൻ എടുക്കും. അതിൽ ഒരു കോളുണ്ടാവും, നസീറിനെ പോലെയുള്ള നല്ല മനസ്സുള്ളവർ, എങ്ങനെയുണ്ട് ഭായ്, ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന സ്നേഹമുള്ള ആൾക്കാർ, ഒരാൾ. അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെടണം. അദ്ദേഹം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണ് അന്നത്തെ കാലത്ത് യാഷ് ചോപ്ര താമസിക്കുന്നത്. അപ്പോൾ യാഷ് ചോപ്രയെ വലിയ പ്രൊഡ്യൂസറല്ല അദ്ദേഹം പോലും അമിതാഭ് ബച്ചനെ സിനിമയിൽ വിളിക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യാഷ് ചോപ്ര തുറന്നു, ഐ അമിത് ജി, ഹൗ കം യു ആർ ഹിയർ എന്ന് ചോദിച്ചു. കാരണം അമിതൊന്നും ഒരിക്കലും അങ്ങോട്ട് പോവില്ല, അദ്ദേഹം ചെന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ് അതേമാതിരി ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. അമിതാഭ് ബച്ചൻ പറഞ്ഞു, ജി, ഐ ആം ജോബ്ലെസ്, ക്യാൻ യു ഹെൽപ്പ് മീ? എനിക്ക് പണിയില്ല, എന്നെ ഒന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതേമായി അങ്ങനെയൊന്നും പറയല്ലേ, കമിൻ സാഹിബ് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വേറൊരു സിനിമ എടുക്കുകയാണ്, അതിൻ്റെ പേര് മൊഹബത്തെ എന്നാണ്. ആ മൊഹബത്തെ എന്നൊരു സിനിമയിൽ അമിത് ജിക്ക് ഒരു വേഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ വേഷം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പോടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അപ്പുറത്തെ KBC കോൻ ബനേഗ കരോഡപതി വന്നു. പിന്നെ നല്ല സമയം വന്നു അമിതാഭ് ബച്ചൻ പറയുന്നത്, പിന്നെ ഈ പറഞ്ഞല്ലോ എൻ്റെ ലൈഫ് മാറി മറിഞ്ഞു. അപ്പം അതിന് നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം, നമ്മൾ തന്നെ ഫേസ് ചെയ്യണം, അതിനോട് ധൈര്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച, എനിക്ക് അന്ന് 2.5 കോടി രൂപയാണ് നഷ്ടം. അമിതാഭ് ബച്ചന് പോയത് 90 കോടി. അദ്ദേഹത്തിന് അടുത്തെങ്ങുമല്ല ഞാൻ എന്ന് പറയുന്നത് പോലെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിൽ അത് ഫേസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റൊക്കെ കാണിക്കണം. ഇപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, 5000 രൂപ ഒരു മനുഷ്യന് കൊടുക്കാനുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്ത് കളയും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല വേണ്ടത്. നമ്മുടെ എല്ലാം സമയം മാറും. തീർച്ചയായിട്ടും അത് ചിന്തിക്കണം. പോസിറ്റീവായിട്ട് നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം. വെറുതെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞെടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പം നമുക്ക് അറിയാവുന്ന, ഇപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ബിസിനസ്സുകാരനായിരുന്നു. ബേസിക്കലി അന്ന് ഫുൾ കാശ് വെച്ച് അങ്ങോട്ട് കൊടുത്തുള്ള ശീലിച്ച കൈയാണത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ അഭിനയിക്കുമ്പോൾ എനിക്ക് കാശ് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ കാശ് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് നമ്മൾ മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചുവട് മാറ്റി പിടിക്കണം.
കുറച്ച് അല്ലാതെ നമ്മൾ ഈ ഒരേ ലൈനിലേ നിൽക്കുള്ളൂ എന്നുള്ള വാശി പാടില്ല. ഇല്ല, കാരണം അതുമല്ല, ഇപ്പോൾ ദിനേശ് ചേട്ടൻ ഈ പറഞ്ഞത് കൂട്ടത്തിൽ നല്ലൊരു ഉപദേശമാണ്, നല്ലൊരു സന്ദേശമാണ് തന്നത്. അതായത് ഇതുപോലെ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ ഒരു ട്രബിളിലാണെങ്കിൽ നോ വറീസ്, നിങ്ങൾ പരിശ്രമിക്കൂ, നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ എത്തും, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തിന് എത്തും എന്നൊരു സന്ദേശമാണ് അവിടെ തരുന്നത്. ആണ്. അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ കഷ്ടകാലം നമ്മൾ ഫേസ് ചെയ്യണം. കുറച്ച് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല സമയം വരും. അപ്പം എന്ത് പറ്റും, നമുക്ക് കുറച്ച് അഹങ്കാരം കയറും. അഹങ്കാരം കയറിയിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു മോശം സമയത്ത് ചിന്തിക്കേണ്ടത് എന്താ, ഈ കഷ്ടകാലമൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് നമ്മളെ സ്വയം ആശ്വസിപ്പിച്ച് നമ്മളെ കഷ്ടകാലത്തിൽ ടൈഡ് ഓവർ ചെയ്ത് നമ്മൾ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഞെളിഞ്ഞൊക്കെ നിൽക്കുകയാണ്. എളിയണ്ട, കാരണം എന്താ അറിയാമോ, ഇതും അങ്ങനെ അധികം നാൾ നിൽക്കണം എന്നില്ല. ഈ സമയവും മാറിക്കിട്ടാനായിട്ട് ഏത് നിമിഷവും പോവാം. അപ്പം അതുകൊണ്ട് നമ്മുടെ കഷ്ടകാലമാണെങ്കിലും നല്ല സമയമാണെങ്കിലും രണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം, കറക്റ്റായിട്ട് ഫേസ് ചെയ്യണം. അല്ലാതെ അതിന് ഒരു നല്ല സമയം വന്നു കഴിയുമ്പോഴേക്കും എല്ലാം ഞാനുണ്ടാക്കി എന്നൊരു ചിന്തയിൽ ഒരു അഹങ്കരിച്ചാൽ പോയി. കറക്റ്റ്. ഏതായാലും വളരെ സന്തോഷം, വളരെ പോസിറ്റീവായ നല്ലൊരു ടോക്കാണ് ഇവിടെ നടന്നത്. ഇത്രയും സമയം തന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദിനേശ് ചേട്ടന് ഒരുപാട് നന്ദി. ഞാനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നസീർ പെരുമ്പാവൂരും സൈനിങ് ഓഫ്.